നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. PSC അടുത്തിടെ ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട സയൻസ് ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷനാണ്. ക്ലാസ്സിലേക്ക് പോകാം. നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹർഷിതം എഡ്യൂടെക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, സ്പോട്ടഡ് ഫീവർ എന്ന രോഗത്തിന് കാരണമായ രോഗാണു ഏത് വിഭാഗത്തിൽ പെടുന്നു? സ്പോട്ടഡ് ഫീവർ റിക്കറ്റ്സിയാണ്. റിക്കറ്റ്സിയ ഇൻട്രാ സെല്ലുലാർ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയാണ് ഏത്? റിക്കറ്റ്സിയ എന്നത്. ഈ റിക്കറ്റ്സിയ ഏതൊക്കെ ജീവികളിൽ കാണപ്പെടുന്നു? അപ്പോൾ ബാക്ടീരിയയാണ് റിക്കറ്റ്സിയ. ഏതൊക്കെ ജീവികളിൽ കാണപ്പെടുന്നു? പേനിൽ കാണപ്പെടുന്നുണ്ട്, ഈച്ചയിൽ കാണപ്പെടുന്നുണ്ട്, ടിക്കുകളിൽ കാണപ്പെടുന്നുണ്ട്. റിക്കറ്റ്സിയ സ്പീഷീസ് കാരണമുണ്ടാകുന്ന രോഗങ്ങൾ ഏതൊക്കെ? ഇവിടെ തന്നിരിക്കുന്ന സ്പോട്ടഡ് ഫീവർ, അതുപോലെ റിക്കറ്റ്സിയൽ പോക്സ്, സ്ക്രബ് ടൈഫസ് എന്നിവ റിക്കറ്റ്സിയ സ്പീഷീസ് കാരണമുണ്ടാകുന്ന രോഗങ്ങളാണ്. അടുത്ത ചോദ്യം, മനുഷ്യരിലെ നൈട്രോജനിക വിസർജ്യ പദാർത്ഥമായ യൂറിയ ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് അവയവത്തിൽ വെച്ച്? കരളിൽ വെച്ചാണ് യൂറിയ ഉൽപ്പാദിപ്പിക്കുന്നത്. യൂറിയ എന്നാൽ അമോണിയയും കാർബൺ ഡൈ ഓക്സൈഡും ജലവും എൻസൈമുകളുടെ സഹായത്തോടെയാണ് എന്തായിട്ട് മാറുന്നത്? യൂറിയ ആയിട്ട് മാറുന്നത്. അടുത്ത ചോദ്യം, ഇരപിടിയൻ സസ്യങ്ങൾ അവ വളരുന്ന മണ്ണിൽ ഏത് മൂലകത്തിന്റെ അഭാവം ഉണ്ടാകുമ്പോഴാണ് പ്രാണികളെ പിടിക്കാനുള്ള കഴിവ് ആർജിക്കുന്നത്? നൈട്രജന്റെ അഭാവം ഉണ്ടാകുമ്പോഴാണ് പ്രാണികളെ പിടിക്കാനുള്ള കഴിവ് ആർജിക്കുന്നത്. ഇങ്ങനെ പ്രാണികളെ പിടിക്കുന്ന സസ്യം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ് അഥവാ ഇരപിടിയൻ സസ്യങ്ങൾ എന്ന് അറിയപ്പെടുന്നു. അപ്പൊ അന്തരീക്ഷ നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റുന്ന ബാക്ടീരിയകൾ ഏതൊക്കെയാണ്? നൈട്രോബാക്ടർ, അസറ്റോബാക്ടർ എന്നീ ബാക്ടീരിയകൾ. ഇരപിടിയൻ സസ്യങ്ങൾക്ക് ഉദാഹരണം എന്തൊക്കെ? വീനസ് ഫ്ലൈ ട്രാപ്പ്, പിക്ചർ ചെടി, സൺഡ്യൂ ചെടി. വീനസ് ഫ്ലൈ ട്രാപ്പ്, പിക്ചർ ചെടി, സൺഡ്യൂ ചെടി ഒക്കെ ഇരപിടിയൻ സസ്യങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ 10th മെയിൻസിന് വേണ്ടി പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ 10th പ്രിലിംസ് പരീക്ഷ കഴിഞ്ഞവരും ഇനി കഴിയാനുള്ളവർ എല്ലാവർക്കും ജോയിൻ ചെയ്യാം. 10th പ്രിലിംസ് കഴിഞ്ഞവർ റെസ്റ്റ് എടുക്കരുത്. ജോലി കൈ കിട്ടുന്നത് വരെ നിങ്ങൾ റെസ്റ്റ് എടുക്കരുത്. നന്നായിട്ട് തന്നെ പഠിച്ച് ഈ ഒരു ഫ്ലോയിൽ തന്നെ മുന്നോട്ട് പോവുക. അപ്പൊ 10th മെയിൻസ് ബാച്ചിൽ ഫുൾ സിലബസ് കവറേജ്, ഷോർട്ട് കറണ്ട് അഫയേഴ്സ്, മന്ത്ലി കറണ്ട് അഫയേഴ്സ്, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ്, അതുപോലെ പുതിയ SCRT 5, 7, 9 മുതലായ ക്ലാസ്സുകളിലെ SCRT സയൻസ്, സോഷ്യൽ മുതലായ ഫാക്ട്സ് എല്ലാം അവൈലബിൾ ആണ്. കൂടാതെ ഇപ്പോൾ നമുക്ക് ഒരുപാട് പുതിയ ബാച്ചസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. VFAക്ക് വേണ്ടി കമ്പനി LGS, ജനറൽ PSC, ഫയർമാൻ, അങ്ങനെ ഒരുപാട് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ഓപ്പൺ ആണ്. ഈ എല്ലാ കോഴ്സുകളിലും നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് കിട്ടും. അതുപോലെ PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് എല്ലാം അവൈലബിൾ ആണ്. ഹർഷിതം സ്പെഷ്യൽ ഷോർട്ട് GK അവൈലബിൾ ആണ്. പിന്നെ ഇപ്പോൾ 10th പ്രിലിംസിന്റെ 2ാം ഘട്ടം കഴിഞ്ഞു. ആ 2ാം ഘട്ടത്തിന്റെ റിലേറ്റഡ് ഫാക്ട്സ് ഞാൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം നിങ്ങൾക്ക് ഏതൊരു ബാച്ച് എടുത്താലും കിട്ടുന്നതായിരിക്കും. അപ്പോൾ അഡ്മിഷൻ എല്ലാം ഓപ്പൺ ആണ്. ഫീസിൽ ഇപ്പോൾ 1 ഡിസ്കൗണ്ടും ഉണ്ട്. ജോയിൻ ചെയ്യാം. ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. കൂടാതെ പ്ലേ സ്റ്റോറിൽ ഹർഷിതം എഡ്യൂടെക് എന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായി. സസ്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായി വരുന്ന മൂലകമാണ് ഏത്? നൈട്രജൻ. അപ്പോൾ ഇരപിടിയൻ സസ്യങ്ങൾ അവ വളരുന്ന മണ്ണിൽ നൈട്രജന്റെ അഭാവം ഉണ്ടാകുമ്പോഴാണ് പ്രാണികളെ പിടിക്കാനുള്ള കഴിവ് ആർജിക്കുന്നത്. അടുത്ത ചോദ്യം, പ്രകാശ സംശ്ലേഷണ പ്രക്രിയയുടെ ഭാഗമായി സസ്യങ്ങൾ പുറത്തേക്ക് വിടുന്ന ഓക്സിജൻ വാതകം എന്തിന്റെ വിഘടന ഫലമായി ഉണ്ടാകുന്നതാണ്? ജലത്തിന്റെ വിഘടന ഫലമായി ഉണ്ടാകുന്നതാണ് ഏത്? ഓക്സിജൻ വാതകം. അപ്പോൾ പ്രകാശ സംശ്ലേഷണത്തിന്റെ ഫലമായി ഗ്ലൂക്കോസ് രൂപപ്പെടുന്നതിന്റെ വിവിധ ഘട്ടങ്ങൾ വിശദീകരിച്ച ശാസ്ത്രജ്ഞന്റെ പേരെന്താ? മെൽവിൻ കാൽവിൻ. ഇനി പ്രകാശ സംശ്ലേഷണത്തിന്റെ ഫലമായി ഓക്സിജൻ ഉണ്ടാകുന്നു എന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ജോസഫ് പ്രീസ്ലി. അടുത്ത ചോദ്യം, കുടിവെള്ളത്തിലൂടെ പകരുന്ന രോഗം ഏത്? ടൈഫോയിഡ് ആണ് കുടിവെള്ളത്തിലൂടെ പകരുന്ന രോഗം. കേരളത്തിൽ ദേശാടന പക്ഷികൾ ധാരാളമായി വിരുന്നെത്തുന്ന പ്രദേശം ഏതാ? തട്ടേക്കാട്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം എവിടെ? കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ശ്രീകാര്യം. സങ്കര ഇനം നെല്ലിന് ഉദാഹരണം അന്നപൂർണ. നമ്മുടെ അന്നം, നെല്ല്, അന്നപൂർണ.
പയറുവർഗത്തിൽപ്പെട്ട സസ്യങ്ങളുടെ വേരുകളിൽ വസിച്ച് നൈട്രജനെ വലിച്ചെടുക്കുന്ന ബാക്ടീരിയ ഏത്? റൈസോബിയം എന്ന ബാക്ടീരിയയാണ് റൈസോബിയം. അപ്പൊ അന്തരീക്ഷ നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റാൻ കഴിവുള്ള ബാക്ടീരിയയാണ് ഏത്? റൈസോബിയം. വേരുകളിൽ റൈസോബിയം കാണപ്പെടുന്ന സസ്യങ്ങൾ ഏതൊക്കെയാ? കൊഴിഞ്ഞിൽ, മുതിര, പയർ, തൊട്ടാവാടി, ഉഴുന്ന് മുതലായ സസ്യങ്ങളുടെ വേരുകളിലൊക്കെ എന്ത് കാണപ്പെടുന്നു? റൈസോബിയം എന്ന ബാക്ടീരിയ കാണപ്പെടുന്നു. അടുത്ത ചോദ്യം, ആറ്റത്തെ സംബന്ധിച്ച ചില പ്രസ്താവനകൾ താഴെ തന്നിരിക്കുന്നു. അവയിൽ ശരിയായവ കണ്ടെത്തുക. ശരിയായിട്ടുള്ള പ്രസ്താവനകൾ നോക്കാം. ആറ്റത്തിന്റെ കൂടുതൽ ഭാഗവും ശൂന്യമാണ്. ആറ്റം വൈദ്യുതപരമായി നിർവീര്യമാണ്. എല്ലാ ആറ്റങ്ങളുടെയും ന്യൂക്ലിയസിന് ഒരേ സാന്ദ്രതയാണ്. ഇവയാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ആറ്റത്തെ വിഭജിക്കാൻ കഴിയും, കഴിയില്ല എന്നാണ് കൊടുത്തിരിക്കുന്നത്. കഴിയും. താഴെ പറയുന്നവയിൽ ഏത് ലോകത്തിന്റെ അയിര് എന്നല്ലേ കൊടുത്തിരിക്കുന്നത്? അതുകൊണ്ട് ഈ ചോദ്യം PS ഡിലീറ്റ് ചെയ്ത് ലോഹം എന്നാണ് വരേണ്ടിയിരുന്നത്. സിങ്ക് ആണ് ഉത്തരം. സിങ്കിന്റെ അയിരാണ് കലാമിൻ. സിങ്കിന്റെ അയിരാണ് കലാമിൻ. മൂലകങ്ങളുടെ വർഗീകരണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പട്ടിക പരിശോധിച്ച് ശരിയായി ജോഡി ചേർത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കുക. ത്രികങ്ങൾ ഡൊബൈറൈനറിന്റെ ആശയമാണ് ട്രയാഡ്സ്. അടുത്തത് അഷ്ടകങ്ങൾ. അഷ്ടകങ്ങൾ എന്ന ആശയം ന്യൂലാൻഡ്സ് ആണ്. ന്യൂലാൻഡ്സ്. അറ്റോമിക ഭാരം അടിസ്ഥാനമാക്കിയ പീരിയോഡിക് ടേബിൾ മെന്റലീവിന്റെ ആശയം. അറ്റോമിക നമ്പർ അടിസ്ഥാനമാക്കിയ പീരിയോഡിക് ടേബിൾ ആരുടെ ആശയം? മോസ്ലിയുടെ ആശയം. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. അടുത്ത ചോദ്യം, ഒരു ടെസ്റ്റ് ട്യൂബിൽ നിന്നും പുറത്തു വരുന്ന വാതകത്തിന് നേരെ എരിയുന്ന തീക്കൊള്ളി കാണിച്ചപ്പോൾ തീക്കൊള്ളി അണയുകയും വാതകം ശബ്ദത്തോടെ കത്തുകയും ചെയ്തു. ഇത് ഏത് വാതകമാണ്? ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ. അപ്പം വനസ്പതി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന വാതകം ഏതാ? ഹൈഡ്രജൻ ആണ് വനസ്പതി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. സ്വയം കത്തുന്ന മൂലകം ഏതാണ്? ഹൈഡ്രജൻ ആണ്. ഏറ്റവും കൂടുതൽ കലോറിക മൂല്യമുള്ള ഇന്ധനം ഏതാണ്? അതും ഹൈഡ്രജൻ ആണ്. ചില ആസിഡുകളുടെ ഉപയോഗങ്ങൾ താഴെ തന്നിരിക്കുന്നു. ഇവയിൽ തെറ്റായി ജോഡി ചേർത്തിരിക്കുന്നത് കണ്ടെത്തുക. തെറ്റായി ജോഡി ചേർത്തിരിക്കുന്നത് അസറ്റിക് ആസിഡ് രാസവളങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു എന്നതാണ് തെറ്റായിട്ടുള്ളത്. രാസവളം, പെയിന്റ്, ഡൈ തുടങ്ങിയവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് നൈട്രിക് ആസിഡും സൾഫ്യൂരിക് ആസിഡും ആണ്. ഇവിടെ അസറ്റിക് ആസിഡ് എന്നാണ് തന്നിരിക്കുന്നത്. തെറ്റാണ്. സൾഫ്യൂരിക് ആസിഡ് സ്റ്റോറേജ് ബാറ്ററിയിൽ ഉപയോഗിക്കുന്നു. ടാനിക് ആസിഡ് മഷി, തുകൽ ഇവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. സിട്രിക് ആസിഡ് ഭക്ഷ്യവസ്തുക്കൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്നു. ഇനി വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? അസറ്റിക് ആസിഡ് ആണ്. ഇത് അച്ചാറുകളിലും മറ്റ് ഭക്ഷ്യ വസ്തുക്കളിലുമാണ് ഉപയോഗിക്കുന്നത്. വിനാഗിരി. അടുത്തത് സിട്രിക് ആസിഡോ ഭക്ഷ്യവസ്തുക്കൾ കേടുകൂടാതെ സൂക്ഷിക്കാനും അതുപോലെ പാനീയങ്ങളിലും ഉപയോഗിക്കുന്നു. സൾഫ്യൂരിക് ആസിഡ് മോട്ടോർ വാഹനങ്ങളിലെ ബാറ്ററിയിൽ ഉപയോഗിക്കുന്നു. അതാണ് സ്റ്റോറേജ് ബാറ്ററി എന്ന് കൊടുത്തിരിക്കുന്നത്. ഏറ്റവും പഴക്കമുള്ള ആസിഡ് ഏതാണ്? അസറ്റിക് ആസിഡ് ആണ് ഏറ്റവും പഴക്കമുള്ള ആസിഡ്. വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ആണ് അസറ്റിക് ആസിഡ്. നാരങ്ങയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാ? സിട്രിക് ആസിഡ് ആണ്. ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? മാലിക് ആസിഡ് ആണ് ആപ്പിളിൽ അടങ്ങിയിരിക്കുന്നത്. ഇനി മോരിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാ? ലാക്റ്റിക് ആസിഡ് ആണ് മോരിൽ അടങ്ങിയിരിക്കുന്നത്. അടുത്ത ചോദ്യം, സോണാർ എന്ന ഉപകരണത്തിൽ ഉപയോഗിക്കുന്ന ശബ്ദ തരംഗങ്ങൾ ഏതാണ്? അൾട്രാസോണിക് തരംഗങ്ങളാണ് സോണാർ എന്ന ഉപകരണത്തിൽ ഉപയോഗിക്കുന്നത്. ഒരു വസ്തുവിന് അതിന്റെ സ്ഥാനം മൂലം ലഭ്യമാകുന്ന ഊർജം ഏത്? വസ്തുവിന് അതിന്റെ സ്ഥാനം മൂലം ലഭ്യമാകുന്ന ഊർജമാണ് സ്ഥിതികോർജം. സ്ഥിതികോർജം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ mgh. ഗതികോർജം അഥവാ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 12mv². m എന്നാൽ മാസ്, v എന്നാൽ പ്രവേഗമാണ്. അപ്പോൾ ഒരു വസ്തുവിന്റെ ഗതികോർജം ആശ്രയിച്ചിരിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? മാസും പ്രവേഗവുമാണ്. മാസ് പകുതിയാകുകയും പ്രവേഗം ഇരട്ടിയാകുകയും ചെയ്താൽ വസ്തുവിന്റെ ഗതികോർജത്തിന് എന്ത് സംഭവിക്കുന്നു? ഗതികോർജം ഇരട്ടിയാകുകയാണ് ചെയ്യുന്നത്. പിന്നെ PS എപ്പോഴും ചോദിക്കാറുള്ളത്, വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയായാൽ ഗതികോർജത്തിന് എന്ത് സംഭവിക്കും? ഗതികോർജം 4 ഇരട്ടിയാകും. ഗതികോർജം എന്ത് സംഭവിക്കും? 4 ഇരട്ടിയാകും. പ്രകാശം അതിന്റെ ഘടക വർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസത്തിന് പറയുന്ന പേരെന്താണ്? പ്രകീർണനമാണ്. പ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസം പ്രകീർണനം അഥവാ ഡിസ്പേർഷൻ. ധവള പ്രകാശത്തിലെ വിവിധ വർണ്ണങ്ങൾക്ക് വ്യത്യസ്ത അളവിൽ അപവർത്തനം സംഭവിക്കുന്നത് കൊണ്ടുണ്ടാകുന്നതാണ് ഏത്? പ്രകീർണനം.
സൂര്യപ്രകാശത്തിന് അന്തരീക്ഷത്തിലെ ജലകണികകളിൽ സംഭവിക്കുന്ന പ്രകീർണനം മൂലമാണ് എന്തുണ്ടാകുന്നത്? മഴവില്ല് ഉണ്ടാകുന്നത്. മഴവില്ല്. അപ്പൊ സൂര്യപ്രകാശം 7 ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസമാണ് പ്രകീർണനം. പ്രകാശ പ്രകീർണനത്തിന് കാരണമായ പ്രതിഭാസം ഏതാണ്? അപവർത്തനമാണ്. അപവർത്തനം. താഴെ പറയുന്നവയിൽ ഊഷ്മാവിന്റെ യൂണിറ്റ് അല്ലാത്തത് ഏത്? ഊഷ്മാവിന്റെ യൂണിറ്റ് അല്ലാത്തത് പാസ്കൽ ആണ്. പാസ്കൽ. അപ്പൊ പാസ്കൽ എന്നത് എന്തിന്റെ യൂണിറ്റാ? മർദ്ദത്തിന്റെ യൂണിറ്റ് ആണ് പാസ്കൽ. ബ്ലെയ്സ് പാസ്കൽ എന്ന ശാസ്ത്രജ്ഞനോടുള്ള സ്മരണാർത്ഥം ആണ് എന്തിട്ടേക്കുന്നത്? പാസ്കൽ എന്ന യൂണിറ്റ് ഇട്ടിരിക്കുന്നത്. അടുത്ത ചോദ്യം, ഒരു വസ്തുവിന് യൂണിറ്റ് സമയത്തിലുണ്ടാകുന്ന സ്ഥാനാന്തരത്തെ പറയുന്ന പേര് പ്രവേഗം എന്നതാണ്. പ്രവേഗം ഒരു സദിശ അളവാണ്. സദിശ അളവ്. അപ്പോൾ ഒരു വസ്തുവിന് യൂണിറ്റ് സമയത്തിലുണ്ടാകുന്ന സ്ഥാനാന്തരം. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. റിലേറ്റഡ് ഫാക്ട്സും പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. ക്ലാസ്സുകളെല്ലാം നടന്നു വരികയാണ്. അഡ്മിഷൻ ഓപ്പൺ ആണ്. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.